വടക്കാഞ്ചേരിക്കാരെ, നിങ്ങൾ അറിഞ്ഞ സിൽക്ക് ഗാർഡനിൽ ഒരു ഗംഭീര സംഭവം നടക്കുന്നുണ്ടാ. ഞാൻ പറഞ്ഞുതരാം. എല്ലാ വസ്ത്രങ്ങളും വൻ വിലക്കുറവിലാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. സിൽക്ക് ഗാർഡൻ ലൊക്കേഷൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നുകൂടി പറയാണ്, കേരള ഗ്രാമീൺ ബാങ്കിന്റെയും മദ്രാസ് ഹോട്ടലിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സിൽക്ക് ഗാർഡൻ. പട്ടാമ്പിക്കൊപ്പം നടുവട്ടത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഞായിരനെല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപത്താണ് സംഭവം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. സംഭവത്തിൽ കൊപ്പം പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ 5 മണിയോടുകൂടി ക്ഷേത്രത്തിന് സമീപത്ത് എത്തിയ പ്രദേശവാസിയായ അയ്യപ്പനാണ് കുഞ്ഞിനെ കാണുന്നത്. കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ ക്ഷേത്രത്തിന് സമീപത്തെ തറയിൽ കിടത്തിയ നിലയിലായിരുന്നു കുഞ്ഞിനെ കണ്ടെത്തിയത്. ആൺകുട്ടിയാണ്. തുടർന്ന് വാർഡ് മെമ്പറെ വിവരമറിയിച്ചു. ഞാൻ രാവിലെ 5 മണിക്ക് നടക്കാൻ വേണ്ടി അമ്പലത്തിൽ ഇറങ്ങിയ സമയത്താണ് ഒരു പ്രദക്ഷിണ വരി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കുട്ടി കരയണത് കേട്ടത്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ കണ്ടു. അങ്ങനെ തിരുവേഗപ്പുറ 10ാം വാർഡിലെ മെമ്പറായ ബാലേട്ടനെ പോയി കണ്ട് വിളിച്ചു വന്ന് എല്ലാ കമ്മിറ്റിക്കാരും വിളിച്ചു കുട്ടി വിവരം പറഞ്ഞു. പോലീസ് പെട്ടെന്ന് എത്തി. പോലീസ് ആംബുലൻസ് വന്നിട്ടാണ് കുട്ടിയെ കൊണ്ടുപോയത്. ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ മുണ്ടൊക്കെ ശരിയാക്കി മൊബൈലൊക്കെ അവിടെ വെക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടില്ല. വന്നൊരു പ്രദക്ഷിണ വരി ഓടി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ കരച്ചിൽ കേൾക്കുന്നത്. വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും ആംബുലൻസും വേഗത്തിൽ സ്ഥലത്തെത്തി കുഞ്ഞിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞാനിവിടെ ഇന്ന് രാവിലെ 5:10 ഇവിടെ ഈ മോർണിംഗ് വാക്ക് നടക്കുന്ന അയ്യപ്പൻ എന്ന മുത്തു പാണപ്പറമ്പിലുണ്ട്. അദ്ദേഹം വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഒരു കുട്ടീനെ ഇവിടെ അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏത് കുട്ടിയാണ്, ഇടയ്ക്ക് 10 വയസ്സായ കുട്ടിയാണോ 15 വയസ്സായ കുട്ടിയാണോ ഏതറിയില്ല, ഒരു കുട്ടീന്ന് മാത്രമല്ലേ കുട്ടികൾ കാണാൻ ഒക്കെ പതിവുണ്ട്, അതാണെന്ന് വിചാരിച്ചു. അല്ല, അത് ഇപ്പോൾ പ്രസവിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു, ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പോലീസിൽ വിവരം പറയാം, നിങ്ങൾ അവിടെ പോയിട്ട് ആ കുട്ടി കിടക്കുന്ന അവിടെ തന്നെ വന്ന് നിൽക്ക്. ഞാൻ പോലീസിന് വിവരം അറിയിച്ചതിന് ശേഷം പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ആ കുട്ടീനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ, ഈ കുട്ടീനെ വെച്ചവർ അവിടെ മറന്നു നിൽക്കണ്ടോ എന്നൊക്കെ ഞാൻ സംശയിച്ചു. പിന്നെ അദ്ദേഹം മുത്തു പറഞ്ഞ ആൾ അയ്യപ്പൻ എന്നാണ് ആ ഒരു ശരിയായിട്ടുള്ള പേര്, വിളിക്കുന്നത് മുത്തുവാണ്. അവൻ അവിടെ രണ്ടാമത് പോയ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു തരും. അങ്ങനെ ഞാൻ പോലീസുകാരെ വിളിച്ചു. പോലീസ് ഏകദേശം 10-15 മിനിറ്റിൽ തന്നെ പോലീസ് വന്നു. കൂടെ ഒരു ആംബുലൻസും വന്നു, വനിതാ പോലീസും എല്ലാം ഉണ്ടായിരുന്നു. നല്ല സജ്ജീകരണത്തോടെ വന്ന് വിളിച്ച് പോലീസുകാർ വളരെ നേരത്തെ തന്നെ വന്നു. വിളിച്ച ഉടനെ തന്നെ വന്നു തന്നെ പറയാം. അവർ വന്നു, ആ കുട്ടികളെ കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു എന്നോട് മെമ്പറാകൊണ്ട് നിങ്ങളും പോരണം എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പോയി അവിടെയുള്ള ചെക്കിങ്ങൊക്കെ കുട്ടികൾ നടന്നു. കുട്ടിക്ക് 1,800 1800 ഗ്രാം തൂക്കമുണ്ട്. കുട്ടിക്ക് തകർന്നില്ല, ആൺകുട്ടിയാണ്. അവിടുന്ന് ഒരു ചെക്കൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. 108 നമ്പർ ആംബുലൻസിൽ കൊണ്ടുപോയി. ഇതാണ് വിവരങ്ങൾ. പിന്നെ ഒരു പോലീസ് ഇവിടെ കാവൽ നിന്നിരുന്നു. ആ സ്ഥലത്തിൻ്റെ പോലീസ് ഇവിടുന്ന് അരമണിക്കൂർ മുമ്പെയാണ് പോകുന്നത്. ഇപ്പോൾ 9-9:45 മുമ്പ് അവിടെ വന്ന് വരേക്കും ഒരു പോലീസുകാരുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അന്നേരം ആരും ആ സ്ഥലം തുടരുത്, ഗേറ്റ് തുടരുത്, ആ സ്ഥലത്തിൽ ആരും കയ്യൊന്നും വെച്ചിട്ട് ആവണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പോകുന്ന സമയത്ത് പറഞ്ഞു പോകാൻ. ഇതാണ് ഉണ്ടായത്. എവിടുന്ന് വന്നോ ആര് വെച്ചു എന്നറിയില്ല. ഈ അമ്പലത്തിലേക്ക് വരാൻ എല്ലാ സൈഡിലും വഴിയുണ്ട്. തെക്കുണ്ട്, വടക്ക് നടണ്ട്, പടിഞ്ഞാറ് നടണ്ട്, കിഴക്ക് നടണ്ട്. പിന്നെ ഓരോ നടക്കിന്നും ഇടത്തും വലത്ത് ഭാഗത്ത് പോയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ നേരെ വടക്ക് ഭാഗത്തുള്ള മുഴുവൻ വളയൂർ പഞ്ചായത്താണ്. അപ്പോൾ എവിടുന്ന് വന്നു എന്നുള്ളതൊന്നും നമുക്ക് പറയില്ല. എങ്ങനെയാണ് പോലീസ് വേണ്ടതായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെമ്പർ എന്നുള്ളതിലേക്ക് എന്നോട് അന്വേഷിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരമാവധി അന്വേഷിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുഞ്ഞിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ കൊപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. You are watching VCV News.